അപ്പോൾ നമ്മളിതെല്ലാം ഏകദേശം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ മീൻ പിടിച്ചത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിച്ചത്. അതേ ഫിഷാണ്, പിടിച്ച മീനാണ് ഈ ഇരിക്കുന്നത്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ച് തന്നെ നമ്മളതിനെ എന്തൊക്കെ ചെയ്യുന്നത് അമ്മ? കറി വയ്ക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാം, കറിയും വെക്കാം. എന്ത് കറിയാണ് വയ്ക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സ്പെഷ്യൽ മീൻ കറിയും പിന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം ഇതാണ് കേട്ടോ, കപ്പ. വേറെ എന്താണ് വേണ്ടത്? കാരണം ഫിഷ് കറിയും കപ്പയും അതിൽ പരം വേറെ എന്ത് കോമ്പിനേഷൻ വേണ്ടേ? ഇതിലും വലിയ ഫ്രഷ് ഇനി സ്വപ്നങ്ങളിൽ മാത്രം, ഞാൻ വീണ്ടും പറയാണ്, സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇതിലും വലിയ ഫ്രഷ് മീൻ. ഇതിലും വലിയൊരു കോമ്പിനേഷനും വേറെ ഇല്ല. അതെ, ഇതിലും വലിയ കോമ്പിനേഷനും വേറെ ഇല്ല. അപ്പോൾ നമ്മളിത് ക്ലീനിങ് ആണ് ഫസ്റ്റ് കേട്ടോ. കപ്പയും ഫിഷും എല്ലാം ക്ലീനിങ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മുതാ കപ്പ ക്ലീനിങ്ങിനാണ് അമ്മു. നമ്മുടെ സ്പെഷ്യൽ മീൻകറിയിലേക്കുള്ള പച്ചക്കറികളൊക്കെ അമ്മ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കപ്പ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മു. ഒരു മീഡിയം വലുപ്പത്തിലെ, വളരെ വലുതുമല്ല എന്നാലോ വളരെ ചെറുതും അല്ലാത്തൊരു രീതിയിൽ നമുക്ക് ഇതേപോലെ നുറുക്കാം. അമ്മ ഇവിടെ ഫിഷ് ക്ലീനിങ്ങും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നീനുതാ പച്ച കപ്പയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. അങ്ങനെ നമ്മുടെ നുറുക്കിയ കപ്പ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ അമ്മ ഇതപ്പോൾ ഫിഷ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മു കപ്പ വേവാനും വെച്ചു. അപ്പോൾ കപ്പ ഇനി വെന്തിട്ട് വേണം കേട്ടോ നമുക്ക് ഫിഷ് കറിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും ഉണ്ടാക്കാം. അമ്മു, അങ്ങനെ നമ്മുടെ കപ്പ തിളച്ചതാ കണ്ടില്ലേ, ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. വെരി ഗുഡ്, നല്ല ഫാസ്റ്റ് ആയിട്ട് ആവുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഏതായാലും കപ്പ കഴിച്ചിട്ട് വേണം, കപ്പയും ഫ്രഷ് മീൻ കറിയും. അയില മുളക് ഇട്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ലേശം ഉപ്പ് പാകത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ശരി. ഉപ്പ് ആവശ്യത്തിനല്ലേ? നല്ല സ്മെല്ല് വരുന്നുണ്ട് കപ്പന്റെ. മീനൊക്കെ പിടിച്ച് ക്ഷീണിച്ച് നിൽക്കല്ലേ, അപ്പൊ സ്മെല്ലൊന്ന് കൂടും. അതെ അതെ. അമ്മ, നീനു. അങ്ങനെ നമ്മുടെ കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ അമ്മ ഫിഷ് എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് കറി വെക്കാനും.
ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ മസാലയാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് നമുക്കൊരു ഹാഫ് പീസ് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അമ്മു ഫ്രൈ മാസ്റ്ററാണ്. ഫ്രൈ ഇതായോണ്ടിരിക്കുകയാണ്. അമ്മല്ലേ അമ്മോ? എന്താ സ്മെല്ല്, ഒന്നും പറയാനില്ല ഇതിൻ്റെ സ്മെല്ല്. കാരണം ഞാൻ പറയണ്ട, നമ്മുടെ എവിടുന്നാണ് പിടിച്ചത്? ആ കാണുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ച മീനാണ് ഇപ്പോൾ ഇതാ ഈ ചട്ടിയിൽ ആയോണ്ടിരിക്കുന്നത്. ഇത്ര ഫ്രഷ്, ഇതിൽ കൂടുതൽ ഫ്രഷ് ഇനി കിട്ടില്ല. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെ അമ്മ ഇപ്പോൾ നമ്മുടെ കറിക്കുള്ള മീനത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അമ്മ പച്ചക്കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ എന്ത് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്? അയില മുളകിട്ട അയില മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ഫ്രൈയും വെരി ഗുഡ്. ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, മല്ലിച്ചെപ്പ്. പിന്നെ ഇത് നമ്മള് ഫിഷ് മസാല തേച്ച അതേ വെള്ളം തന്നെ അതിൽ പുളി ഇട്ട് വെച്ചതാണേ. ഇതാ അതില് പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത്. പിന്നെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയാണ്. അപ്പൊ ഈ ഫ്രൈ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് അടുപ്പത്തേക്ക് വെക്കാം. ഓക്കെ, ഫ്രൈ ഇതായോണ്ടിരിക്കുകയാണേ. ഫിഷ് ഫ്രൈയും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യൽ മുളകിട്ട കറിയാണ് അയില മുളകിട്ട കറി. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇന്ന് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 4-5 വലിയ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതൊന്ന് മൂത്ത് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ അതിലേക്ക് മറ്റ് ചേരുവകളൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിലേക്ക് ചേർത്തു. അത് ഒരു 4-5 വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരു ചെറിയ ടീസ്പൂണാണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെരിഞ്ജീരകവും അതേ അളവിൽ തന്നെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടെ ഇതിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് 2-3 തക്കാളി വരെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പം ഞങ്ങളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. 3 വലിയ പച്ചമുളകാണ്. അത് കീറിയിട്ട് നമ്മളത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ.
ഇനി ആവശ്യത്തിന് മുളക് പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ആ പൊടികളുടെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കതൊന്ന് വഴറ്റാം. ഇനി നമ്മൾ പുളിവെള്ളം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പുളി, വേണ്ടത്ര പുളി നമ്മൾ അതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മീനിനെ ഒന്ന് 2ആയിട്ട് മുറിച്ച് വെക്കാം. കറിയിലേക്ക് അതാണ് ഒന്നുകൂടി നന്നായിരിക്കുക. അപ്പം നമ്മുടെ കറി ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം അതിൽ കിടന്ന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മീനിനെ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മീനിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറിയിലേക്ക്, എല്ലാ ഭാഗത്തേക്കും കറി ആവുന്ന രീതിയിൽ. എന്നിട്ട് കറി ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റെപ്പിലാണ് നമ്മൾ കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് അതിലേക്ക് ഇട്ടു. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കാം. അപ്പോൾ ഇനി അടുത്ത പണി എന്താന്ന് വെച്ചാൽ കോഫിയാണ്. നമുക്ക് കപ്പയിലേക്കും മീൻകറിയിലേക്കും നമ്മൾ കോഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കോഫി കൂടി ഉണ്ടാക്കാം. അങ്ങനെ ഇതാ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. ഇത് നമ്മുടെ ചെറിയുള്ളിയുടെ ചമ്മന്തിയാണ്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ചെറിയുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഉപ്പ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ ഫിഷ് ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയത്, കുബൂസ്, അതുപോലെ തന്നെ ചെറിയുള്ളിയുടെ ചമ്മന്തി ഉണ്ട്, പിന്നെ മീൻ കറി. അപ്പൊ എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ട് നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ സ്പെഷ്യൽ കട്ടൻ കാപ്പി. ഇതാ നീന് ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി കേട്ടോ. ഏതായാലും നമ്മുടെ ഫസ്റ്റത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൈ മീൻ ഫ്രൈ ആണ്. കപ്പ പുഴുങ്ങിയത്, അതിനുശേഷം കപ്പ പുഴുങ്ങിയത്, നാടൻ കപ്പട്ട നമ്മുടെ. ഇത് പിന്നെ നാടൻ ചമ്മന്തി, നാടൻ ചെറിയുള്ളിയുടെ ചമ്മന്തിയാണ്, ചെറിയുള്ളി ചമ്മന്തി. പിന്നെ അതാ മീൻ മുളകിട്ടത്, അയിലക്കറി മുളകിട്ടത്. നിങ്ങൾക്ക് അയിലേനെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് അയില മുളകിട്ട കറി. അതിനുശേഷം വേറെ എന്താണ് സ്പെഷ്യൽ ഉള്ളത്? കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി, ചൂട് കട്ടൻ കാപ്പിയും. പിന്നെ കുറച്ച് സലാഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുബൂസ് ഉണ്ട്. പിന്നെ ഒരു ഫ്രൂട്ട് മസ്റ്റാണല്ലോ എന്തിനും, അപ്പോൾ ഒരു ചെറിയൊരു ഫ്രൂട്ട് ഉണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രഷ് മീൻ കറി. നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. വെരി ഗുഡ്.
അമ്മോ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. കപ്പയും മീൻകറിയും. ആ നീനുന് ഇഷ്ടായാ? നീനു ഇതാ കഴിച്ച ഏകദേശം ആയിട്ടാ. ഏതാ നീനുന് വേണ്ടത്? എരിവുണ്ടാ? ചമ്മന്തിയോ? ആ ചമ്മന്തി എരിവുണ്ട്, വേണ്ട. എങ്ങനെയുണ്ട് അമ്മോ? ഇങ്ങനത്തെ ഫ്രഷ് ഇനി ജീവിതത്തില് സ്വപ്നത്തിൽ മാത്രല്ലേ? അതെ അതെ, അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോ ഇവരെല്ലാം ടേസ്റ്റ് നോക്കി, ഇനി ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണല്ലോ. എന്താമോ? അത് ശരിയാണ്. ആദ്യം തന്നെ ഫിഷ് ഇട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത് കൂടെ എന്താ വേണ്ടത്? ഇതൊരു ഫ്രഷ് മീനമ്മ, ഒന്നും പറയാനില്ല. അതും കപ്പയുടെ കൂടെ മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേവറേറ്റ് തന്നെയാണ്. ആ ഒരു കോമ്പിനേഷൻ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത. പൊരിച്ചു മീൻ, ഫ്രൈ ചെയ്ത ഫിഷ് ഒന്നും സൂപ്പർ, ഒന്നും പറയാനില്ല. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ബീച്ചിൽ വന്നു, നമ്മൾ പിടിച്ച അതേ ഫിഷ് തന്നെ സെയിം ടൈമിൽ നമ്മൾ കറി വെച്ചു, ഫ്രൈ ചെയ്തു. കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ളത് കണ്ടോ, കപ്പ, അതുപോലെ ചെറുള്ളി സമ്മന്തി. എന്താണ് ചെറുള്ളി സമ്മന്തി? കപ്പ മാത്രം മതി, അതോടൊപ്പം ഈ ഫിഷും കൂടെ ആയപ്പോൾ അത് കട്ടൻ കാപ്പിയും. അമ്മതാ സന്തോഷം കൊണ്ട് ചാടി കളിക്കണം. അമ്മയ്ക്ക് ഈ ഫിഷ് പിടിച്ചായിട്ട് സന്തോഷമായത്, അത് അമ്മന്റെ ഒരു സന്തോഷം തന്നെയുണ്ട് അല്ലേ അമ്മ? എങ്ങനെയുണ്ട്? വല്ല ഫിഷ് പിടിച്ച ആളാണ്. എന്താ പിടുത്തന്നറിയ, നമ്മളൊന്നും ഒന്നുമല്ലാതായി. ഏതായാലും ഉഷാറാവട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ കോമ്പറ്റീഷനൊക്കെ ഒന്ന് കാണുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. ഇതൊക്കെ നാട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ചെറിയൊരു സമയം മാറ്റി വെക്കുക, ഫാമിലിയുടെ കൂടെ ഇതേപോലത്തെ ഒരു ട്രിപ്പ് പോവുക, ഇതൊക്കെ തന്നെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. കൂടെ നമ്മളൊക്കെ ഒരുപാട് നല്ല മെമ്മറികൾ ഉണ്ടാക്കുക. സോ താങ്ക് യു സോ മച്ച് അമ്മു. ബൈ അമ്മ.